നമസ്കാരം, ഞാൻ രുദ്രംബായിയാണ്. നമ്മുടെ സിനിമയുടെ ടൈറ്റിൽ ലോഞ്ചിങ് ആണ്, അതിലേക്കുള്ള യാത്ര. നമസ്കാരം സഹോദരങ്ങളെ, ആത്മസഹോദരങ്ങളെ എന്ന് തന്നെയല്ലേ ഞാൻ വിളിക്കാറുള്ളൂ. ഇപ്പൊ രുദ്രംബായിയാണ്. ഞങ്ങളുടെ ഒരു ചെറിയ സംരംഭം 2026 വലിയൊരു പ്രകാശമാകാൻ വേണ്ടി ഗറില്ല പോരാട്ടങ്ങളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ന്യൂജൻ കാലഘട്ടത്തിൽ പോരാട്ടമുണ്ട്. അത് സാമൂഹ്യ വിപത്തുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. അത്ര ഒരു സാമൂഹ്യ വിപത്ത് അല്ലെ വിഷലിപ്തമായ ഒരു സാമൂഹ്യ സാഹചര്യം നമ്മുടെ കേരളത്തിലുണ്ട്. ചലച്ചിത്രം എന്ന് പറയുന്നത്, സിനിമ മനുഷ്യ സമൂഹത്തിന്റെ സ്പന്ദനവും അവന്റെ ജീവിത സമരങ്ങളെയും അനുവർത്തിക്കപ്പെടേണ്ട ഒരു കൊമേഴ്സ്യൽ സിനിമയാണ്. ഞാൻ ആദ്യമായിട്ടൊരു കച്ചവട സിനിമ, ധനം വേണമല്ലോ, എന്റെ കുടുംബം നോക്കണം, എന്റെ പ്രൊഡ്യൂസറിന്റെ 5 പൈസ പോയിരുന്നു. ഞങ്ങള് എങ്കിലും വളരെ ചുരുക്കി ഒരു സന്തോഷ് പണ്ഡിറ്റൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അദ്ദേഹം എന്റെ ഒരു പറയാൻ പാടില്ലെങ്കിലും അദ്ദേഹം എന്നിലൂടെയാണ് ഒരു പടം ഉണ്ടാകുന്നത്. സിൽസില എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തായാലും കഥയിലേക്ക് പോകുന്നില്ല, നമ്മുടെ ഈ പ്രകാശന കർമ്മത്തിലേക്ക് പോകുന്നു. എല്ലാ ആത്മസഹോദരങ്ങളും ഇത് വിജയപ്രദമാക്കാൻ നിങ്ങൾ ലൈക്കും ഷെയറൊക്കെ ചെയ്ത് നിങ്ങളെ വിജയപ്രദമാക്കിക്കൊണ്ട് ഞാൻ എന്റെ പ്രൊഡ്യൂസറായ പൂച്ചക്കൽ ഷാജിക്ക് ഇതിന്റെ ഗ്രാഫിക്സിന് വേണ്ടിയുള്ള ഞാൻ തന്നെ വരച്ച സ്കെച്ച് കൊടുക്കുന്നു. ഓക്കെ സാർ, താങ്ക് യു. എല്ലാവരുടെയും അനുഗ്രഹങ്ങളും സ്നേഹവും ഉണ്ടാകട്ടെ. ഞങ്ങളുടെ ഈ ഒരു സംരംഭത്തിലേക്ക് കണ്ടുപിടിക്കുക. ഇതൊരു ചെറിയ പടമാണെങ്കിൽ കൂടി ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്, സിനിമാ മോഹവുമായി നടക്കുന്ന യാതൊരുവിധ ഹെൽപ്പുമില്ലാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമ്മുടെ സമൂഹത്തിൽ, അവരെ ഒത്തുചേർത്തുകൊണ്ട് അവർക്ക് നാളെ ഒരു സിനിമ ചെയ്യുവാനായിട്ടൊരു പ്രചോദനമാകുന്ന തരത്തിലേക്ക് ഞങ്ങൾ എല്ലാവരെയും ഒത്തുപോയിക്കൊണ്ട് ചെയ്യുന്ന ഒരു കൊച്ചു പടമാണിത്. എന്നാൽ ഇതൊരു വലിയ പടമാക്കി മാറ്റേണ്ടത് പ്രേക്ഷകരായ നിങ്ങളാണ്. ഇന്ന് ഞങ്ങളുടെ ടൈറ്റിൽ ലോഞ്ചിങ് ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. എല്ലാവർക്കും എന്റെ അഭിനന്ദനം. രുദ്രൻബായി സംവിധാനം ചെയ്ത് ഷാജി പുച്ചാക്കൽ ഞാൻ നിർമ്മിക്കുന്ന ഈ കൊച്ചു മൂവിയുടെ ടൈറ്റിൽ ലോഞ്ചിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്റെ അനിയനാണ്, എന്റെ കൂടെ ജീവിക്കുന്നതാണ്, എന്നെ പോലെ തന്നെയാണ്, സ്വതന്ത്രനാണ്, ക്രിയേറ്റിവിറ്റി കൂടുതലുള്ളതാണ്. അതാണല്ലോ എന്റെ കൂടെ കൂടുന്നത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഒരു വലിയ വർക്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്യാമറയും ഗ്രാഫിക്സും. എന്ത് തിയേറ്ററിൽ വരുന്നെങ്കിൽ തിയേറ്ററിൽ വരാവുന്ന ഒരു കാമ്പുള്ള വ്യക്തിയാണ്. എല്ലാവർക്കും നമസ്കാരം.